കറന്റ് പോലുമില്ലാത്ത തെരുവിൽ മെഴുകുതിരികൾ വെളിച്ചം നൽകി. ഒരുപക്ഷെ നെയ്മർ എന്ന ബാലന് ആ വെളിച്ചമായിരിക്കണം ജീവിതത്തെ മുന്നോട്ട് പോകാൻ സഹായിച്ചത്. ദാരിദ്ര്യത്തെ തടഞ്ഞു നിർത്താൻ മുത്തശ്ശന്റെ വീട്ടിലേക്കുള്ള താമസം മാറൽ പോലും അവരുടെ സാഹചര്യത്തെ നമുക്ക് മനസ്സിലാക്കാൻ സഹായിക്കും. പക്ഷേ ആ പ്രതിസന്ധികളിലും മകന് ഫുട്ബോൾ കളിക്കാൻ ഇഷ്ടമാണെന്ന് മനസ്സിലാക്കിയ അദ്ദേഹത്തിന്റെ പിതാവ് മകനെ കൂടുതൽ സമയം പരിശീലനത്തിൽ ഏർപ്പെടുത്തി. മാറ്റങ്ങൾ ആ ചെറിയ കുട്ടിയിലും വന്നു തുടങ്ങി. തെരുവിൽ നിന്ന് ഫുട്സൽ മൈതാനത്തിലേക്ക് നെയ്മർ ചേക്കേറി. പക്ഷെ പരിക്കുകൾ മൂലം അച്ഛൻ കളികളിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടു. ദാരിദ്ര്യത്തിന്റെ പട്ടിണിയുടെ ശാപവും കയറി ആ കുടുംബം തളർന്നു പോകാൻ തുടങ്ങി. പക്ഷെ ആ അച്ഛൻ മകനെ ബുദ്ധിമുട്ടുകളൊന്നും അറിയിച്ചില്ല. മകനെ മുന്നോട്ട് തന്നെ നയിച്ചു. പല പണികൾ ചെയ്ത് അച്ഛൻ കുടുംബത്തിനെ പിടിച്ചുയർത്തി. പെയ്തിറങ്ങുന്ന പട്ടിണിയിലും ഒരു കുടയെന്നോണം ചെറിയൊരാശ്വാസം. നെയ്മറിന്റെ 7-ാം വയസ്സിൽ 1999 പോർച്ചുഗീസ് ആർട്ടിസ്റ്റ് ക്ലബിലേക്ക് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു. കണ്ടുനിന്നവരെ കൈയടിപ്പിക്കാൻ, കണ്ണുകൾ തന്നെ തിരഞ്ഞെടുക്കാൻ നെയ്മർ കളം നിറഞ്ഞു. 11-ാം വയസ്സിൽ 2003 ആകുമ്പോഴേക്കും ഇതിഹാസങ്ങൾ അരങ്ങുവാണിരുന്ന കളിച്ചു തുടങ്ങിയ പ്രസിദ്ധമായ സാന്റോസ് ക്ലബിലേക്ക് അദ്ദേഹം എത്തിപ്പെട്ടു. പട്ടിണി മാത്രമല്ല മനുഷ്യനെന്ന് അവിടെ നിന്ന് അയാൾ ജീവിച്ചു കാണിച്ചു. ഒരുപാട് ഉയരങ്ങളിലേക്ക് പൂത്തുതളിർക്കാൻ ആ ക്ലബ്ബ് അദ്ദേഹത്തെ സഹായിച്ചു. പഠനവും മറ്റു ചിലവുകളും ഏറ്റെടുത്ത ക്ലബ്ബ് ആ കുടുംബത്തിന്റെ ജീവിത സാഹചര്യങ്ങളെ മാറ്റി തുടങ്ങി. അത്ഭുതങ്ങൾ മാത്രം സമ്മാനിച്ചുകൊണ്ട് അത്ഭുത ബാലൻ കാലത്തിനൊപ്പം സഞ്ചരിച്ചു. 15-ാം വയസ്സിൽ അണ്ടർ 18 ടൂർണമെന്റിൽ നെയ്മർ എന്ന പേര് ഉദിച്ചു പൊന്തി. രാജ്യം അയാളുടെ കഴിവിനെ ചർച്ച ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അദ്ദേഹത്തിന്റെ 17-ാം വയസ്സിൽ സാന്റോസിന്റെ മെയിൻ ടീമിൽ കരാറൊപ്പിട്ട് കഴിഞ്ഞ കാലത്തെ പട്ടിണിയുടെ കാലത്തെ അയാൾ വെല്ലുവിളിച്ചു. 2010 ബ്രസീലിയൻ ഫുട്ബോൾ ടീം ആരോഗ്യമില്ലാത്തവനെന്ന് വിമർശിച്ച് പുറത്തു നിർത്തിയപ്പോൾ 2012 ഒളിമ്പിക്സിൽ വെള്ളിയും 2016 സമ്മർ ഒളിമ്പിക്സിൽ സ്വർണവും അണ്ടർ 20 വേൾഡ് കപ്പ് ബ്രസീലിന് നേടിക്കൊടുത്ത് അയാൾ മധുര പ്രതികാരം തീർത്തു. 18-ാം വയസ്സിൽ 101 കളികളിൽ നിന്ന് 61 ഗോൾ നേടി ബ്രസീലിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ 3-ാമത്തെ താരമായി മാറി. 2011-2012 വർഷങ്ങളിൽ ബെസ്റ്റ് സൗത്ത് അമേരിക്കൻ പ്ലെയറായി തെരഞ്ഞെടുക്കപ്പെട്ടു. പിന്നീട് ബാഴ്സയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. അവിടെ MSN സഖ്യം ലോക ഫുട്ബോളിനെ വിറപ്പിച്ചു. ഫുട്ബോൾ മൈതാനങ്ങളിൽ പട്ടിണിയും പേറി നടന്നവൻ 21-ാം വയസ്സിൽ താനാണ് ലോകത്തിലെ ഏറ്റവും വിലയേറിയ കളിക്കാരനെന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്തു. സ്വപ്നങ്ങളെ തടഞ്ഞു നിർത്താൻ, വകഞ്ഞു മാറ്റാൻ, പിടിച്ചുലയ്ക്കാൻ പട്ടിണിയാണ് കാരണമെങ്കിൽ അവയെ വെല്ലുവിളിക്കാൻ കാലം ഒരാൾക്ക് രൂപം നൽകി. അദ്ദേഹത്തിന്റെ പേര് നെയ്മർ എന്നായിരുന്നു. ജീവശ്വാസമായി അറിയുന്ന പ്രാണന്റെ